മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികളുമായി അതിന്റെ തുടക്കത്തിനായി കണ്ണൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. ധർമ്മടത്ത് നിന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരത്തിന് ഒരുങ്ങുന്നത്. മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള അതിന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ക്യാപ്റ്റൻ തന്നെ വലിയ സ്വീകരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമാനത്താവളത്തിൽ നിന്നും ഏർപ്പെടുത്തിയിരിക്കുന്നത്. റോഡ് ഷോ ആയിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ മുഖ്യമന്ത്രിക്ക് അകമ്പടിയായി എത്തുന്നു. ചെങ്കോടിയേന്ത്യ പ്രവർത്തകരെല്ലാം തന്നെ മുഖ്യമന്ത്രിയെ വലിയ ആവേശത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മട്ടന്നൂർ മുതൽ പിണറായി വരെയാണ് റോഡ് ഷോ നടക്കുന്നത്. മുഖ്യമന്ത്രി കണ്ണൂരിലേക്ക് വന്നിറങ്ങിയപ്പോൾ തന്നെ ഏറെ ആവേശത്തോടെ പ്രവർത്തകർ മുഖ്യമന്ത്രിയെ വരവേൽക്കുന്നു. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കും. മട്ടന്നൂർ മുതൽ പിണറായി വരെയാണ് ഈ ഒരു റോഡ് ഷോ. പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ്. മൂന്നാം തവണയും LDF സർക്കാർ അധികാരത്തിൽ വരും എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് LDFന്റെ ഇത്തവണത്തെ പ്രചാരണ പരിപാടികളെല്ലാം തന്നെ ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു. മണിക്കൂറിനുള്ളിൽ തന്നെ LDFന്റെ CPIMന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നു. CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നു. പ്രചാരണ രംഗത്ത് വലിയ മേൽക്കൈ നേടുവാനായി LDFന് ഈ ഒരു സമയത്ത് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർക്ക് വലിയ ആത്മവിശ്വാസം. അതിന് ഇപ്പോൾ കുറച്ചുകൂടി മാറ്റുകൂട്ടുകയാണ് ക്യാപ്റ്റന്റെ തന്നെ പ്രചരണ പരിപാടികൾ തുടങ്ങുന്നതോടുകൂടി എന്നുള്ളതാണ്. LDF അവരുടെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തി. അവിടെ നിന്നും അദ്ദേഹത്തെ വളരെ ആവേശത്തോടു കൂടിയാണ് ചെങ്കോടിയേന്ത്യ പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ പ്രചാരണ പരിപാടികൾക്ക് ഇപ്പോൾ തുടക്കമിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ അല്പസമയത്തിനകം തന്നെ തുടങ്ങും. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. MK മുനീറിന് ഇത്തവണ സീറ്റില്ല. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, എന്തായാലും ഇന്ന് തന്നെ ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. അപ്പോൾ ആരൊക്കെ എവിടെയൊക്കെ ആയിരിക്കും? MK മുനീറിന്റെ കാര്യത്തിൽ എന്താണ് ഇപ്പോഴത്തെ തീരുമാനം? സ്വാതി, ഇന്നത്തെ അല്പസമയത്തിനകം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് MK മുനീറിന് സീറ്റില്ല എന്നുള്ളതാണ്. MK മുനീറിനെ നേരത്തെ കൊടുവള്ളിയിൽ നിന്നും കോഴിക്കോട് സൗത്തിലേക്ക് പരിഗണിച്ചിരുന്നു. പക്ഷേ വലിയ പ്രതിഷേധം അതോടൊപ്പം തന്നെ പാർട്ടിക്കകത്തും ഇന്നലെ പാർട്ടി നേതാക്കന്മാരിൽ നിന്നും സംസ്ഥാന നേതാക്കന്മാരിൽ നിന്നുമെല്ലാം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായം തേടിയിരുന്നു. അത് MK മുനീറിനെ മത്സരിപ്പിക്കുന്നതിനോട് ഇവർക്ക് ആർക്കും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അതിന് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അതിന് കാരണം. അത് പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു തിരിച്ചടിക്ക് കാരണമാകും എന്നതാണ് ഒരു പൊതുവായുള്ള ഒരു വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ മാറ്റി നിർത്തിയിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ കോഴിക്കോട് സൗത്തിൽ യൂത്ത് ലീഗിന്റെ ദേശീയ നേതാവ് അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ആയിരിക്കും മത്സരിക്കുക. ഒട്ടേറെ മാറ്റങ്ങൾ ഈ പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഫാത്തിമ തെഹലിയ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സീറ്റ് ഉറപ്പായിട്ടുണ്ട്. ഒരു വനിതാ നേതാവ് കൂടി 2 പേർക്ക് സീറ്റ് ഉറപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ സീറ്റ് വരും. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്നും മലപ്പുറത്തേക്ക് മാറുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിന്റെ ഒരു കാരണമായി പറയുന്നത് മലപ്പുറം ജില്ലാ ആസ്ഥാനത്ത് പാർട്ടിയുടെ തന്നെ ഒരു മുതിർന്ന നേതാവ് MLA ആയി വരിക എന്നുള്ള ഒരു പൊതു അഭിപ്രായത്തിന്റെ ഭാഗമായാണ് കുഞ്ഞാലിക്കുട്ടിയെ വേങ്ങരയിൽ നിന്നും മലപ്പുറത്തിലേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. PK ഫിറോസ് ഉൾപ്പെടെയുള്ള KM ഷാജി വേങ്ങരയിലേക്ക് വരുന്നു. PK ഫിറോസിന് ഇത്തവണ കൊടുവള്ളി പരിഗണിക്കുന്നു. കുന്നമംഗലത്ത് റസാഖ് മാസ്റ്റർ, മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് റസാഖ് മാസ്റ്ററെയാണ് പരിഗണിക്കുന്നത്. അങ്ങനെ ഒട്ടേറെ മാറ്റങ്ങൾ ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. സാധാരണ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന നടപടിക്രമങ്ങളിൽ നിന്നും ഇത്തവണ വ്യത്യസ്തമായി എല്ലാ ആളുകളിൽ നിന്നും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ദേശീയ നേതാക്കളുടെ, അത് കേരളത്തിലുള്ള ദേശീയ നേതാക്കൾ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും കേട്ടതിനു ശേഷവും ജില്ലാ നേതാക്കന്മാരെയും എല്ലാം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വന്നിട്ടുള്ളതെന്നാണ് എടുത്തു പറയേണ്ടത്. സാധാരണ അല്പസമയത്തിനകം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. MK മുനീറിന് ഇത്തവണ സീറ്റില്ല. വിവരങ്ങളാണ് പ്രസാദ് ഉടുമ്പശ്ശേരി നൽകിയത്. തൊടുപുഴയിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PJ ജോസഫ് മത്സരിക്കില്ല. പകരം
അപ്പു ജോസഫ് ആകും സ്ഥാനാർത്ഥി. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ആണ് ചേരുന്നത്. ആൽവിൻ, നേരത്തെ തന്നെ PJ ജോസഫ് മത്സരിക്കില്ല എന്നുള്ള വിവരമൊക്കെ വന്നിരുന്നു. പകരം മകനായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള തരത്തിലുള്ള സൂചനകളൊക്കെ വന്നിരിക്കുന്നു. അതിലിപ്പോൾ സ്ഥിരീകരണം ആയിരിക്കുകയാണ്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ചൂടുമാറ്റം അല്ലെങ്കിൽ പുതിയൊരു പുതുയുഗം എന്ന നിലയിൽ തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. PJ ജോസഫ് ഏതാണ്ട് വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം നീണ്ട രാഷ്ട്രീയ ജീവിതത്തിന് ഉടമയായ PJ ജോസഫ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിട പറയുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ മകൻ അപ്പു ജോൺ ജോസഫാണ് ഇപ്പോൾ മത്സര രംഗത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തൊടുപുഴ സീറ്റിനെ സംബന്ധിച്ച വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. ആരാകും മത്സരത്തിൽ ഉണ്ടാവുക എന്ന് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ നിലനിന്നിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ PJ ജോസഫ് തന്നെ മത്സരിക്കുമെന്നുള്ളതായിരുന്നു ചർച്ചയിലുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അതിൽ നിന്ന് മാറ്റം വരികയും ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഇതിൽ തീരുമാനമെത്തുന്നത്. അപ്പു ജോൺ ജോസഫിനെ കളത്തിലിറക്കാൻ PJ ജോസഫ് തയ്യാറാവുകയാണ്. മകനെ തന്നെ തൊടുപുഴയിൽ തൻ്റെ തട്ടകമായ തൊടുപുഴയിലേക്ക് ഇറക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മകൻ അപ്പു ജോൺ ജോസഫ് ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററാണ് എന്ന പോസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. മറ്റ് സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചുള്ള പേരുവിവരങ്ങൾ ഉടൻ തന്നെ അവർ പുറത്തിറക്കും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അവരുടെ പട്ടിക ഉടൻ തന്നെ പുറത്തു വരും. കോൺഗ്രസിൻ്റെ പട്ടിക വരുന്നതിനോട് ഒന്നിച്ച് തന്നെയാകും ഒരുപക്ഷെ PJ ജോസഫിൻ്റെ മറ്റ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വരിക. അങ്ങനെയെങ്കിൽ 8 സീറ്റ് അല്ലെങ്കിൽ 8 സീറ്റിലുള്ള പട്ടികയാണ് ഇപ്പോൾ പുറത്തു വരിക എന്ന് വേണം മനസ്സിലാക്കാൻ. തൊടുപുഴയിൽ ഏതായാലും പതിറ്റാണ്ടുകൾ നീണ്ട ഏതാണ്ട് 40 വർഷം 45 വർഷത്തിലേറെയായി രാഷ്ട്രീയ ജീവിതം ഉള്ള അല്ലെങ്കിൽ പാർലമെന്റ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന തൊടുപുഴയുടെ സ്വന്തം ഒരു MLA എന്ന നിലയിലാണ് PJ ജോസഫിനെ എല്ലാം എന്നും അറിയപ്പെട്ടിരുന്നത്. ആ PJ ജോസഫാണ് ഇപ്പോൾ ചുവട് മാറ്റം നടത്തുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം പടിയിറങ്ങുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം മാറുന്നു. അദ്ദേഹം മകനെ തൊടുപുഴയിലേക്ക് മത്സരിപ്പിക്കാനായി തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. തൊടുപുഴയിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചിത്രം തെളിയുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. LDFിൻ്റെ സ്ഥാനാർത്ഥിയായി സിറിയക് ചാഴികാടൻ കേരള കോൺഗ്രസ് M വിഭാഗത്തിൻ്റെ യുവ നേതാവാണ്. അദ്ദേഹം കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവും ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ തൊടുപുഴയിൽ ചിത്രം തെളിയുകയാണ്. മകൻ അപ്പു ജോൺ ജോസഫിനെ കളത്തിലേക്ക് ഇറക്കുന്നതോടുകൂടി PJ ജോസഫ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നുള്ള അത്തരത്തിലുള്ള ഒരു ചരടുവലികളാകും ഇനിയും രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ നടത്തുക എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏതായാലും അപ്പു ജോൺ ജോസഫ് കളത്തിലേക്ക് ഇറങ്ങുകയാണ്. തൊടുപുഴയിൽ PJ ജോസഫിൻ്റെ കാലഘട്ടം അവസാനിക്കുന്നു. അപ്പു ജോൺ ജോസഫിലൂടെ ഇനി കേരള കോൺഗ്രസിന് എന്ത് മായാജാലം അവിടെ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കിക്കാണേണ്ടത്. എന്നും ഉള്ളങ്കയിലുള്ളൊരു മണ്ഡലമാണ് PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം തൊടുപുഴ. അദ്ദേഹത്തിന് നിരവധി ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങളുള്ള ഒരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായും കേരള കോൺഗ്രസിന് വളരെ ആഴമുള്ള ഒരു മണ്ഡലമാണ്. തൊടുപുഴയിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PJ ജോസഫ് മത്സരിക്കില്ല, പകരം അപ്പു ജോസഫ് ആകും സ്ഥാനാർത്ഥി. ആ വിവരങ്ങളാണ് ആൽവിൻ തോമസ് നൽകിയത്. വീണ്ടും നമ്മൾ കണ്ണൂരിലേക്ക് പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു. പിണറായി വിജയൻ കണ്ണൂരിൽ എത്തിയിരിക്കുന്നു. കണ്ണൂരിൽ വലിയ തരത്തിലുള്ള സ്വീകരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മട്ടന്നൂർ മുതൽ പിണറായി വരെ റോഡ് ഷോയായാണ് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ തത്സമയ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ വിവാദങ്ങളൊക്കെ കണ്ണൂരിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കണ്ണൂരിലേക്ക് പ്രചാരണ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഏത് രീതിയിലാകും, വിമത ഭീഷണി മറികടന്ന് എങ്ങനെ മുന്നോട്ട് പോകും, അതിലൊക്കെ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണ് എന്നറിയാൻ തന്നെയാണ് എല്ലാവരും കാതോർത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ പ്രചരണത്തിന് പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാകും സംസാരിക്കുക എന്നുള്ള കാര്യം. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റൻ നേരിട്ടിപ്പോൾ കണ്ണൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അത്യന്തം ആവേശകരമായിട്ടുള്ള സ്വീകരണം തന്നെയാണ് അവിടെ പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ തത്സമയ ദൃശ്യമാണ്. നിഖിൽ അളവൂർ അവിടെ നിന്നും വിവരങ്ങളുമായി ചേർന്നു. നിഖിൽ, പ്രവർത്തകർക്കും അണികൾക്കുമെല്ലാം വലിയ തരത്തിൽ ആവേശം പകരുന്നുണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ കണ്ണൂരിലേക്ക് എത്തിയത് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വലിയ ആവേശഭരിതമായിട്ടുള്ള സ്വീകരണം തന്നെയാണ് അദ്ദേഹത്തിന് നാട് നൽകുന്നത്. മട്ടന്നൂർ മുതൽ പിണറായി വരെയാണ് റോഡ് ഷോ നടക്കുക എന്ന് മനസ്സിലാക്കുന്നു. എത്രയധികം ആളുകളാണ് അവിടേക്ക് എത്തുന്നത്, ഇതിൽ പങ്കാളികളാകുന്നത്? അവരൊക്കെ മുഖ്യമന്ത്രിയെ കാണാൻ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ എത്രമാത്രം ആവേശത്തോടു കൂടിയാണ് എത്തുന്നത്? ഏതായാലും മട്ടന്നൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പിണറായിലേക്കുള്ള റോഡിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന ഈ റോഡ് ഷോ എത്തിയിരിക്കുകയാണ്. ആ റോഡ് ഷോ ആദ്യ കേന്ദ്രത്തിലേക്ക്, അതായത് വിമാനത്താവള പ്രദേശത്ത് നിന്ന് പുറത്തിറങ്ങി റോഡിലേക്ക് എത്തുമ്പോഴുള്ള ആദ്യ സ്ഥലത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രിയെ കാണുന്നതിനായി റോഡരികിൽ കാത്തിരുന്ന പ്രവർത്തകർ അവർ മുഖ്യമന്ത്രിയെ കൈവീശി അഭിവാദ്യം ചെയ്തു. മുഖ്യമന്ത്രിയുടെ വാഹനം അവിടെ സ്ലോ ചെയ്യുന്നു. അവർ
അവരെ തിരിച്ച് അഭിവാദ്യം ചെയ്യുന്നു. അങ്ങനെ മുഖ്യമന്ത്രി ഈ റോഡ് ഷോ പുരോഗമിക്കുമ്പോൾ ആദ്യം മട്ടന്നൂർ വിമാനത്താവള പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യത്തെ കേന്ദ്രത്തിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അവിടെ ആളുകൾ മുഖ്യമന്ത്രിയെ കാത്തുനിന്ന് കൈവീശി അഭിവാദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രി തിരിച്ച് അവരെ അഭിവാദ്യം ചെയ്യുന്നു. യാത്ര തുടരുന്നു. ഒരുപക്ഷെ പിണറായി വരെയും ഈ നിലയിലാണ് യാത്ര തുടരുക. മുഖ്യമന്ത്രി എവിടെയും പുറത്തിറങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല. പകരം ഇത്തരത്തിൽ ആളുകൾ കൂടി നിൽക്കുന്ന ഇടങ്ങളിൽ വാഹനം പതുക്കെ നീങ്ങി അവിടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രവർത്തകർക്കുണ്ടായിരിക്കുന്ന ആവേശം അത് വളരെ വലുതാണ്. പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് 2 തവണത്തെ LDF ഭരണം പൂർത്തിയാകുന്നു. അത് കഴിഞ്ഞ് മൂന്നാമതൊരു LDF സർക്കാർ എന്ന് പറയുന്ന അഭിമാനകരമായ നേട്ടത്തിലേക്ക് പോകുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ നേരത്തെ തന്നെ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികൾ നേരിട്ട് കളത്തിലിറങ്ങി പ്രചാരണ പരിപാടികൾ ആരംഭിച്ചതാണ്. പക്ഷേ മുഖ്യമന്ത്രി ആദ്യമായി നേരിട്ട് തന്റെ മണ്ഡലത്തിലിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയാണ്. അതിന്റെ ഒരു ആവേശം സ്വാഭാവികമായും ധർമ്മടം മണ്ഡലത്തിൽ മാത്രമല്ല ഉണ്ടാകാൻ പോകുന്നത്. കണ്ണൂർ ജില്ലയിലും കേരളത്തിലെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും LDFന് വലിയ ഊർജവും ആവേശവും നൽകുന്നതാണ് മുഖ്യമന്ത്രി നേരിട്ട് ഈ കളത്തിൽ ഇറങ്ങുന്നു എന്ന് പറയുന്നത്. സ്വാഭാവികമായും പിണറായി വിജയന്റെ ആ ഒരു സാന്നിധ്യം കഴിഞ്ഞ 2 വർഷം സർക്കാരിന്റെ തലവനെന്ന നിലയിലും പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവെന്ന നിലയിലും LDFന് നൽകിയിരിക്കുന്ന ഒരു ആത്മവിശ്വാസം ചെറുതല്ല. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് 3ാം LDF സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാം LDF സർക്കാർ എന്ന ഒരു ആത്മവിശ്വാസം പങ്കുവെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ LDF നേരിടുന്നതും. ഏതായാലും തൊട്ടടുത്ത ഒരു കേന്ദ്രത്തിലേക്ക് കൂടി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഈ വാഹന റാലി എത്തുകയാണ്. അവിടെ നമുക്ക് ആളുകൾ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി, പിണറായി വിജയനെ കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നത് കാണാം. അവിടേക്ക് എത്തുമ്പോൾ അവിടേക്ക് അല്പസമയത്തിനകം തന്നെ ഈ വാഹന റാലി എത്തിച്ചേരും. ഏതായാലും LDFനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാകാൻ കഴിഞ്ഞു എന്നത് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നൽകിയിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ LDF ലക്ഷ്യമിടുന്നത്. പിണറായി വിജയൻ നേരിട്ട് കളത്തിൽ നിന്ന് കൂടി ചെയ്യുന്നതോടുകൂടി ഇപ്പോൾ LDFന് ലഭിക്കാൻ പോകുന്ന ആവേശം അത് 10 മടങ്ങാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. മുഖ്യമന്ത്രി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പാതയിൽ തൊട്ടടുത്ത കേന്ദ്രത്തിലാണ് നമ്മൾ എത്തുന്നത്. അവിടെയും മുഖ്യമന്ത്രിയെ കാണുന്നതിനായി കാത്തിരിക്കുന്ന ആളുകളെ കാണാം. സ്ത്രീകളും കുട്ടികളും എല്ലാമായി ചെങ്കൊടിയും എന്തി പിണറായി വിജയനെ കണ്ട് മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യം അർപ്പിക്കുന്ന പ്രവർത്തകരെ നമുക്ക് അടുത്ത കേന്ദ്രത്തിലും കാണാം. വാഹന വ്യൂഹം പിണറായിയിലേക്കുള്ള യാത്രയിലാണ്. ഏതായാലും പിണറായി വിജയനെ കാണുക, അഭിവാദ്യം ചെയ്യുക, ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാവുക തുടങ്ങിയ കാര്യങ്ങളിൽ ഈ പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടി ഈ റോഡ് ഷോ പുരോഗമിക്കുന്ന പാതയിലുടനീളം അണിനിരക്കുകയാണ്. 2 കേന്ദ്രങ്ങളാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഇനി പിണറായിയിൽ എത്തുന്നത് വരെ പലയിടങ്ങളിലായി ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ആളുകൾ കൂട്ടത്തോടെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2016 മെയ് 25 മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ തുടരുകയാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി എന്ന നിലയിൽ 2 തവണ അദ്ദേഹം അധികാരമേറ്റെടുത്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിരവധിയായ പ്രതിസന്ധി ഘട്ടങ്ങളിലടക്കം നെഞ്ചു വിരിച്ച് നിന്ന് കേരളത്തെ പല പ്രതിസന്ധികളിലും കാത്തു. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിക്ക്, അങ്ങനെയുള്ള ഒരു സർക്കാരിന്, അങ്ങനെയുള്ള ഒരു മുന്നണിക്ക് വീണ്ടും അവസരം നൽകുക എന്നുള്ളതാണ് LDF പറയുന്നത്. അതിൻ്റെ ഒരു അങ്ങനെ ഒരു ആവശ്യവുമായാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നതും. അതിൻ്റെ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ ആവേശ കാഴ്ചകൾ പലയിടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നു, നിമിഷങ്ങൾക്കകം LDF അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. അവിടെ നിന്ന് നിമിഷങ്ങൾക്കകം സ്ഥാനാർത്ഥികൾ പ്രചരണവുമായി ഇറങ്ങുന്നു. അതെല്ലാം കണ്ടതാണ്. അങ്ങനെ വലിയ ആവേശത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF വളരെ മുന്നേ തന്നെ മാറിയിരിക്കുന്നത്. തൊട്ടപ്പുറം UDFനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെയായി അവിടെ കാര്യങ്ങൾ നീണ്ടുപോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഒരു സമഗ്രമായ ആധിപത്യം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് LDFന്റെ നീക്കം. അങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പിണറായി വിജയൻ നേരിട്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇറങ്ങുക കൂടി ചെയ്യുന്നതോടുകൂടി LDF പ്രവർത്തകർക്ക്, CPM പ്രവർത്തകർക്ക്, മുന്നണിക്ക് ആകെയും ഉണ്ടാകുന്ന ആവേശം ചെറുതല്ല. ആ ആവേശം തന്നെയാണ് ഈ റോഡ് ഷോയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ശരി, അതുതന്നെയാണ് നിഖിൽ.
അത്യന്തം ആവേശകരമായിട്ടുള്ള റോഡ് ഷോ ആണ് പിണറായി വിജയൻ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ക്യാപ്റ്റന് അത്രയും അത്യന്തം ആവേശകരമായിട്ടുള്ള റോഡ് ഷോ തന്നെ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രി